ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ റിവ്യൂ പ്രേക്ഷകരെന്ന നിലയ്ക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം സുബിന, ഇന്നലെ ഫസ്റ്റ് ലാലേട്ടൻ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഫസ്റ്റ് ചെയ്തത് എവിക്ഷൻ നമ്മുടെ മുൻഷി രഞ്ജിത്ത്. അപ്പം ഇത് ബിഗ് ബോസ് ടീം ഭയങ്കര സ്പെഷ്യലായിട്ടൊക്കെ ഒരു ആദ്യ ആഴ്ചയിൽ ഒരു എവിക്ഷൻ നടത്തുന്നു. ബിഗ് ബോസിനകത്തുള്ളവർ അവർക്കാർക്കും അറിയത്തില്ലല്ലോ ആരാ പുറത്ത് പോകുന്നത്. പക്ഷേ പുറത്തുള്ള നമ്മൾ പ്രേക്ഷകർക്ക് ഈ എവിക്ഷൻ നടന്നതും ഇത് എപ്പിസോഡ് അവർ എയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാവർക്കും ഇത് മനസ്സിലായി, ഇന്ന ആളാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്ത്. അതെങ്ങനെ മനസ്സിലായി? കുറേ യൂട്യൂബർമാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊക്കെ കുഞ്ഞുങ്ങളല്ലേ. അതിനകത്ത് നമ്മൾ ലൈവ് കണ്ട് ലൈവിൻ്റെ അപ്ഡേറ്റ്സ് കണ്ടിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. വേറെ യൂട്യൂബർ കുറേ ചാനലുണ്ട്. അവർ ഇതിന് കുറേ സമയം മുമ്പേ അവർ പറഞ്ഞു ഇന്ന ആളാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു സസ്പെൻസ് എന്താണുള്ളത്? ഇപ്പോൾ ഒരാൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാണാനിരിക്കുകയാണ് ആരാ പുറത്ത് പോകുന്നത്, അങ്ങനല്ലേ? ഇതിപ്പോൾ ഒന്നും ഒരു ആകാംക്ഷയില്ല. അതിന് മുമ്പേ ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പം നടക്കുന്ന ആ വീഡിയോ, മുൻഷി രഞ്ജിത്ത് എവിക്റ്റായെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായി പുള്ളി പോയി. കാരണം ഈ യൂട്യൂബ് ചാനലിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്ന സംഭവമാണ്. ഇവർക്ക് എവിടുന്നാണ് ഈ സോഴ്സ് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറഞ്ഞാലും ബിഗ് ബോസ് നടത്തുന്നിടത്ത് നല്ലപോലെ അടച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടൊക്കെ ഇത് ഷൂട്ട് ചെയ്യുക. അവരെല്ലാവരും കണ്ടുകൊണ്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക യൂട്യൂബർമാർ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പ്രോഗ്രാം നടക്കുന്നതിലൂടെ കിട്ടുന്ന റിവ്യൂ ഒക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന പൈസ ആണ്. അപ്പം അതിനെ തന്നെ ഈ മുട്ടയിടുന്ന താറാവിനെയോ കോഴിയോ ഇതിനെ വന്ന് അതിനെ മുട്ടയില്ലാതെ വയറ് പൊട്ടിച്ചെടുക്കുന്ന പരിപാടി കാണിക്കാതിരിക്കുക. ഉപദേശമല്ല, പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കല്ലേ. അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ. അപ്പം ഇന്നലെ നടന്ന ആ പരിപാടിയുടെ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ പരാതിപ്പെട്ടിയാണ് ലാലേട്ടൻ എടുത്തത്. ഇപ്പോൾ 2 പരാതിപ്പെട്ടി ഉണ്ടായിരുന്നു. ഒന്നിനകത്ത് നമ്മുടെ അനീഷില്ലേ, അനീഷിന് മാത്രമുള്ള പരാതി. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അനീഷിനെതിരെ എഴുതിയ പരാതിയാണ് ഒരു പെട്ടി. അപ്പോൾ അത് തന്നെ ആദ്യമേ ലാലേട്ടൻ എടുത്തപ്പം അതിലുള്ള ഓരോ പരാതികളെന്ന് പറയുമ്പോൾ ഒരു കഴമ്പുമില്ലാത്ത പരാതികളോടെ എന്തെങ്കിലും കഴമ്പുണ്ടേ. അത് ഒരു കഴമ്പുമില്ലാത്ത കാര്യം എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് പരാതികൾ ഇല്ല. നീ കുറച്ച് ഇങ്ങോട്ടിരുന്നോ, വീഡിയോയിൽ ഇല്ലാവുന്നില്ല. നമ്മുടെ ആദില നൂറയുടെ ഒരു പരാതി. ഓക്കെ, അവരുടെ ആദ്യത്തെ പരാതി, അനീഷ് ഞങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രകൃതമാണല്ലോ. ഞങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ പുള്ളി ഞങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കുന്നില്ല. അതിനകത്ത് ഓക്കെ, അത് പറഞ്ഞതിനകത്ത് ഒരു അർത്ഥമുണ്ട്. രണ്ടാമത് പറഞ്ഞൊരു പരാതി, ഇവർ ലെസ്ബിയൻസ് കപ്പിളാണ്. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മളതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ആളൊന്നും അല്ല, അത് അവരുടേതായ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ആ കാര്യം ദഹിക്കാത്ത കുറേ ആൾക്കാരുണ്ട് അല്ലേ? ആ അനീഷ് എന്ന് പറഞ്ഞ പയ്യൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി. അവർ ഏത് രീതിയിലാണ് അവർ സമൂഹത്തിന് മുമ്പിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ല, അപ്പം ഈ ഒരു കാര്യം അയാളൊന്ന് പറഞ്ഞു. അവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ വഴക്കിട്ട് മാറി നിൽക്കാതെ അവരുമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ മാതാപിതാക്കളായിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇതൊക്കെ ലാലേട്ടൻ്റെ അടുത്തൊരു വിഷയമായിട്ട് അവതരിപ്പിക്കുക. എന്നിട്ട് അനീഷിനെ വിളിച്ച് ലാലേട്ടൻ കാര്യങ്ങൾ ചോദിക്കുക. ലാലേട്ടൻ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആദില എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ ആദില നൂറയുടെ ഭർത്താവ് എന്ന് അവകാശപ്പെടുന്ന ആളാണ് ആദില, ഭാര്യയാണ് നൂറ. ഓക്കെ, 2 പെൺപിള്ളേരാണ് നമ്മുടെ കണ്ണിൽ, 2 പെൺപിള്ളേരാണ്. ഓക്കെ, ഈ ആദില കൈവെക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു യെസ് ആദില പറയും. അപ്പോൾ എണീറ്റ് നിന്നിട്ട് ഒരു കരച്ചിൽ. അയ്യോ! അപ്പോഴത്തേക്ക് മറ്റേ നൂറ എന്ന് പറഞ്ഞ കൂടുള്ള പാർട്ട്ണർ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ തട്ടൊന്ന് പിടിക്കുന്നു. അപ്പം ഞാൻ സാറേ എനിക്ക് കരയാനുണ്ട് എന്ന് പറയാനാണ് കൈവെക്കിയത്. എന്ത് പ്രഹസനമാണ് സജി ഇതൊക്കെ? അല്ല, നീ ഒന്ന് ആലോചിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം
ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന് മറുപടി പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്, നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, ഇത് എന്തെങ്കിലും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇതിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിൽ നിങ്ങൾ അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തായാലും കമൻറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് വാദിക്കാൻ ഞാൻ അവകാശപ്പെടുന്നില്ല, തെറ്റുകളുണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പ്രോഗ്രാം കണ്ടതിൽ. അതുപോലെ തന്നെ അപ്പാനി ശരത്ത് അനീഷിനെതിരെ പരാതിപ്പെടുന്നു. അപ്പാനി ശരത്തിനെ അറിയാമല്ലോ, നമ്മുടെ ആക്ടർ. പുള്ളിക്കാരൻ പറയുന്നത് ഈ അനീഷിന്, ലാൽ സാർ അനീഷിന് സിനിമക്കാരെയൊക്കെ പുച്ഛമാണ്, കലാകാരന്മാരെ പുച്ഛമാണ്. അയാൾ എവിടെയാണ് കലാകാരന്മാരെ പുച്ഛം? അല്ല, ഓക്കെ, കലാകാരന്മാരെ ഭയങ്കര പൊക്കി കാണിക്കാനെന്നോ എല്ലാവരുടെ പിന്നെ ബിഗ് ബോസിലോട്ട് ചെന്ന് കയറുന്നത്? അല്ലെ, ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസിനെ എടുത്ത സമയത്ത് ബിഗ് ബോസുകാർ പറഞ്ഞോ വരുന്നവരൊക്കെ കലാകാരന്മാരെ ഭയങ്കരമായിട്ട് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് കലാകാരന്മാർക്ക് മാത്രമല്ല, റെസ്പെക്റ്റ് ആർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അത് കലാകാരന്മാരിന് മാത്രം ഒരു റെസ്പെക്റ്റ്, ബാക്കിയുള്ളവർക്ക് വരാനൊന്നുമില്ല അങ്ങനത്തെ. അപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം നമ്മളുടെ ഈ പരാതിയുടെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം അത് ഒരു ഇതായപ്പോഴത്തേക്ക് അപ്പാനിക്ക് മനസ്സിലായി അനീഷിനെ ലാലേട്ടനും ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം വളരെ വൃത്തിയായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ അടുത്ത പരാതി ആരുടെയാണ്? അനുമോളുടേത്. അനുമോളുടേത് പിന്നെ ഷഡ്ഡി പരാതിയാണ്. ഇല്ല, മറ്റേ പിന്നെ പഞ്ചാബിക്കാരി ഒരു പെൺകുട്ടിയില്ലേ ജിസേൽ, ആ പെണ്ണങ്ങാണ്ട് അവിടെ കണ്ടൊരു ഷഡ്ഡി ഊരിയിട്ട് ഇത് പോയിട്ട്, നീ ആ എപ്പിസോഡ് കാണാത്തണ്ടാ, ഇത് പോയിട്ട് നമ്മുടെ ഈ അനുമോള് പോയി പൊക്കിയിട്ട് അയ്യോ ഷഡ്ഡി, ഇതാരുടെ ഷഡ്ഡിയാണ്, ആ ഷഡ്ഡി കിട്ടിയെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നു. ഈ ഷഡ്ഡി പിന്നെ നവന്മാർ വാങ്ങിച്ച അക്ബറും ആര്യനും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് ഇവർ ഈ ഷഡ്ഡി ഇത് ആരാ കൊണ്ടിട്ടെന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ചെറിയ ഷഡ്ഡി പ്രശ്നം. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് അനീഷ് ചോദിച്ചു അനുമോളുടെ അടുത്ത്, അനുമോളെ ഈ സാധനം ആരാണത് പൊക്കി കാണിച്ചത്? പൊക്കി കാണിച്ചത് ഇവന്മാരുടെ പേര് ആര്? അക്ബറും ഈ ആര്യനൊക്കെ. ഇവരുടെ പേര് അനുമോൾ പറയത്തില്ല ഒരു കാരണവശാലും. അതാണ് അനുമോളുടെ പുറകെ നടന്നിട്ട് നീ പറയണം, ആരാണെന്ന് പറയണം, ആരാണെന്ന് ഇയാളിങ്ങനെ പറയണമെന്ന് ഒരു കാര്യം പിന്നെ ചോദിച്ചിട്ട് അവന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അനുമോളുടെ പുറകെ നടന്ന് അത് അയാളുടെ ഗെയിമാണ്, ഇറിറ്റേഷൻ ഗെയിമാണ്. അതല്ലേ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ അതല്ലേ പറഞ്ഞത്. അപ്പം അത് ഒരു പരാതി. അപ്പം ഈ പരാതിയൊക്കെ ലാലേട്ടൻ മാഞ്ചി ചുരുട്ടി ദൂരെ കളഞ്ഞത് വേറെ കാര്യം. അപ്പോൾ എനിവേ പറഞ്ഞു വരുന്നത്, ബിഗ് ബോസിൽ പോയാൽ മര്യാദയ്ക്ക് കളിക്കാൻ നോക്കുക. അല്ലാതെ കരച്ചിൽ, പിന്നെ സ്ട്രാറ്റജി, പിന്നെ അതുപോലെ അങ്ങനെയുള്ള കുറേ ഇതൊന്നും പൊക്കൊണ്ട് വരാതെ. അനുമോളൊക്കെ ഈ ചുമ്മാണ്ട് കറിയാണ്, ജയിലിലൊക്കെ കിടന്ന് കാണിച്ച പരിപാടി അത് കാണേണ്ടത് കണ്ട പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ലാലേട്ടൻ എടുത്ത് 2 പ്രാവശ്യം ചോദിച്ചു അനുമോളുടെ അടുത്ത്, അനുമോൾ പുറത്ത് പോകുമെന്ന് തോന്നുന്നുണ്ടോ, എവിക്റ്റ് ആവും തോന്നുന്നുണ്ടോ? ഇല്ല സാർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അനുമോളുടെ പിന്നെ വിശ്വാസം അനുമോൾ രക്ഷിക്കട്ടെ എന്നേ ഞങ്ങൾക്കും പറയാനുള്ളൂ. എനിവേ ഇതൊരു വലിയ വീഡിയോ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ അല്ലേ സുന. അപ്പം ഇനി വീണ്ടും ഇതുപോലുള്ള പറയേണ്ടതായ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിനകത്തും ഞങ്ങൾ പറയുന്നതിനകത്ത് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകും. കാരണം ഞങ്ങൾ ഇതിൽ വളരെ പുതിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് വലിയ പരിചയവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് കാര്യവും ചെയ്താണ് പഠിക്കുന്നത് എന്നൊരു ബോധ്യം മാത്രമേ ഉള്ളൂ, അല്ലേ സുബിനെ? ഇപ്പോൾ സുബിന് എന്നെക്കാളും കുറച്ച് ഭയങ്കര ഒരു നാണം കുറച്ച് കൂടുതലാണ് സുബിന്. അതാണ് സുബിനെ ഇപ്പോൾ കട്ടാക്കാൻ നോക്കി. ഓക്കെ എനിവേ, അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഞങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനാണ്, അല്ലേ? വീണ്ടും നല്ല വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നുന്നല്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഇതുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.